അങ്ങനെ വേടൻ്റെ വിവാഹം കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. രജിസ്റ്റർ ഓഫീസിലെ തിക്കും തിരക്കും ഒക്കെ ഒഴിവാക്കാനായി വേടൻ സോഫസതിയിലെ വെച്ചാണ് രജിസ്റ്റർ മാരേജ് നടത്തിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള, എന്നും വേടൻ ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നിർബന്ധം ഉള്ള ഒരു വ്യക്തിയാണ്. എന്നും അദ്ദേഹം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കൺസേർട്സ് ഒക്കെ നടത്താറും നിലപാടുകൾ എടുക്കാറും ഒക്കെ ചെയ്യാറ്. അതുപോലെ തന്നെ വിവാഹവും ഒട്ടും വിഭിന്നമായിരുന്നില്ല, അതേ രീതിയിൽ തന്നെ നടത്തി. രജിസ്റ്റർ ചെയ്ത് സത്യവാചകമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഒപ്പിട്ടതിന് ശേഷം മുഷ്ടി ചുരുട്ടി ജയ് ഭീം എന്ന മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞു അദ്ദേഹം ആ പരിപാടി അവസാനിപ്പിച്ചു. വളരെ കൗതുകത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഞാനൊക്കെ അത് നോക്കിക്കണ്ടത്. കാരണം ഒരു ചെറുപ്പൻ ചെക്കൻ ആരും നിയന്ത്രിക്കപ്പെടാനില്ലാതെ തെരുവോരങ്ങളിൽ നിന്ന് ജീവിതമറിഞ്ഞ് ഒരു ചെറിയ അധസ്ഥിതനായ ഒരു ചെറുപ്പക്കാരൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയും ഭരണഘടനാ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പുതുതലമുറയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ സന്തോഷവും വളരെ കൗതുകത്തോടു കൂടി തന്നെ, വളരെ സന്തോഷത്തോടും കൗതുകത്തോടു കൂടി തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. വളരെ നന്നായി. ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തമായിട്ട് വഴി വെട്ടി മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ജീവിതത്തിൽ ആരും നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാനും ആരും അഭ്യസ്തവിദ്യരല്ലാത്ത രക്ഷിതാക്കളുടെ മകനായിരുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പിന്തുണ ധാർമ്മികമായിട്ടും ഉണ്ടായിട്ടില്ല, സാമ്പത്തികമായിട്ടും ഉണ്ടായിട്ടില്ല, വൈകാരികമായിട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ശരികളിലൂടെ അവൻ ജീവിക്കുകയായിരുന്നു. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് കറക്റ്റീവ് ഫോഴ്സസ് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കറക്ഷന് വിധേയപ്പെടാതെ നിവൃത്തിയില്ല. അവൻ്റെ രീതികളായി മുന്നോട്ട് പോകണമെങ്കിൽ വലിയൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളായേ പറ്റുള്ളൂ. കറക്ഷന് വിധേയപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടം തോന്നി. ഒരു ഇഷ്ടം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇഷ്ടം പരസ്പരം നഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ ഗോൾഡൻ ഷേക്കിൻ്റെ കൊടുത്ത് പിരിയുകയാണ് വേണ്ടത്. പക്ഷേ അത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അത് വേടൻ്റെ പക്ഷത്താണ് ശരി, മറ്റേ സ്ത്രീയുടെ പക്ഷത്താണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിച്ചു പോകാൻ പറ്റില്ലാച്ചെങ്കിൽ അത് പിരിയാണ് എന്നെ നല്ലത്. പക്ഷേ അതിൻ്റെ ഇടയിൽ അട്രോസിറ്റി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കോടതി കണ്ടെത്തേണ്ട കാര്യമാണ്. അതുവരെ വേടനെ നമുക്ക് കുറ്റാരോപിതൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ പങ്കാളിക്ക് അതൊരു വിഷയമല്ലാത്ത സ്ഥിതിക്ക് നമുക്കത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ലോ ഹാസ് ഇറ്റ്സ് കോഴ്സ്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. കോടതി തീരുമാനിക്കേണ്ടതാണ് ആരാണ് തെറ്റുകാരി എന്നുള്ളതൊക്കെ. ആരാണെങ്കിലും, വേടനാണെങ്കിലും മറ്റേത് വ്യക്തിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ അത് അങ്ങനെ നമ്മുടെ വിഷയം ഇപ്പോൾ അവൻ വിവാഹിതനായി, അവൻ രജിസ്റ്റർ വിവാഹം ചെയ്തു, ജയ് ഭീം എന്ന് വിളിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു കുറ്റമായിട്ട് പറയുന്നത്. ഒരു കുറ്റമായിട്ട് പറയുന്നത്, പലതരത്തിലുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ജയ് ഭീം എന്ന് വിളിച്ചത് ഭരണഘടനാ ശില്പിയാണല്ലോ ബി.ആർ. അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ പേരാണ്. അധസ്ഥിതർക്കും സമത്വം വേണം, ഇന്ത്യയിലുള്ള എല്ലാവർക്കും സമത്വം വേണം, സവർണന് മാത്രം ഒരു പ്രിവിലേജ് കമ്മ്യൂണിറ്റി മാത്രം ഉണ്ടായാൽ പോരാ, സമത്വം വേണം, എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്വം വേണം എന്ന് പറഞ്ഞ ഒരു വലിയൊരാളെ ആ ഒരു സമൂഹം സ്വപ്നം കണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഭാവനം ചെയ്ത സമൂഹം ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വിവാഹത്തിന് അദ്ദേഹം വളരെ ചരിത്രവും സാമൂഹിക പശ്ചാത്തലമൊക്കെ ഉള്ളൊരു മുദ്രാവാക്യം തന്നെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഒരു വെളുത്ത പെൺകുട്ടിയാണ് കല്യാണം കഴിച്ച് സുന്ദരിയാണോ സുന്ദരനാണോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. അവളുടെ കണ്ണിൽ ഏറ്റവും സുന്ദരൻ അവനും, അവൻ്റെ കണ്ണിൽ ഏറ്റവും സുന്ദരി അവളുമായിരിക്കാം. നിറം കറുത്തുപോയതും വെളുത്തുപോയതും അത്
ഒരു അതിലവരുടെ കുറ്റമല്ല, നിറമല്ല അവിടെ ഉള്ളത്. അപ്പം ഈ കറുപ്പിനെ പൊക്കി പിടിച്ച് നടക്കുന്നവൻ വെളുത്ത പെണ്ണിനെ കഴിക്കുന്ന കറുപ്പുള്ളവൻ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അവന് പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവിടെ സമത്വം വരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാത്ത കറുപ്പ് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ, എന്നും കുമ്പിളിൽ തന്നെ മതിയോ? അവർക്കും ഈ സോഷ്യൽ ലാഡറിലെ ഉയരത്തിലേക്ക് പോകേണ്ട, ഹൈറാർക്കിയിലേക്ക് കയറി പോകണ്ടെന്നാണോ പറയുന്നത്? കറുത്തവനെ തന്നെ കഴിക്കുക. അപ്പോൾ അവിടെ എന്താ കൊണ്ടുവരുന്നത്? അത് ഈ വർണ്ണ സിസ്റ്റം തിരിച്ചു കൊണ്ടുവരാനാണോ? ഈ അതിൻ്റെ ചോട്ടിൽ വരുന്ന കമൻസ് കണ്ടിട്ട് വളരെ നമ്മൾക്ക് ഞെട്ടിപ്പോയി. ഇത്രയ്ക്കധികം അഴുക്ക് ഇവരുടെയൊക്കെ മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ചോട്ടിലെ ഇത്തരം ഈ വീഡിയോയുടെ ചോട്ടിൽ എഴുതിയിരിക്കുന്ന കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവനെ കറുത്ത പെണ്ണിനെ കിട്ടിയില്ലടാ, നിനക്ക് വെളുപ്പിനെ വേണല്ലേ എന്നത്. കറുപ്പും ഞാൻ പറഞ്ഞല്ലോ, കറുപ്പും വെളുപ്പും ഒരു പ്രണയിച്ചപ്പം നോക്കിയിട്ടുണ്ടാവില്ലല്ലോ. പ്രണയിക്കുന്ന ആളുടെ നിറമൊന്നും നമ്മൾ നോക്കാറില്ല. ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ടോ, കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെയല്ലേ നോക്കുന്നുള്ളൂ. അവർ കറുത്ത് പോയി, ഇവൻ വെളുത്തു പോയി എന്നുള്ളതാണ്. ഒരു കഴിവില്ലാത്ത ആൾക്കാരെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ചു പോകാൻ പറ്റാത്ത ആൾക്കാരോട് അട്രാക്റ്റഡ് ആവുന്നില്ലല്ലോ. അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില ഏരിയൽ ആസ്പെക്ട്സ് ഇവരിലുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ ഇഷ്ടം വരുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഒരു ഭാഷയാണ് ഇപ്പോൾ നിനക്ക് കറുത്ത പെണ്ണിനെ കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറയണത് എന്നും കറുത്തനാക്കി സോഷ്യൽ ഹൈറാർക്കിയിലേക്ക് കയറി പോകണ്ട എന്നുള്ളത്. പിന്നെ ചോദിക്കുന്നത് കേട്ടു, പാൽപ്പായസത്തിൽ കരിയോയിൽ ഒഴിച്ച പോലെ എന്ന്. എന്ത് ക്രൂരതയാണ് നോക്കൂ. ഒരു മനുഷ്യരെ ബോഡി ഷേമിങ് ചെയ്യുന്നത് എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? ഒരു നമ്മുടെ പഴമയിലേക്ക് തിരിച്ച് നടത്തുകയാണോ വേണ്ടത്? ആ വർണ്ണ സിസ്റ്റം തിരിച്ച് കൊണ്ടുവരാനാണോ വേണ്ടത്? അത്രയും റിജിഡായിട്ടൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കറുത്തവൻ അങ്ങനെ തന്നെ ജീവിക്കുക, അവർക്ക് മറ്റ് അതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ ജീവിതം അതിൽ തന്നെ ഒതുക്കുക എന്നുള്ള ഈ ആധുനിക യുഗത്തിലും ഇവരൊക്കെ ചിന്തിക്കുന്നത്. എത്ര വൃത്തികെട്ട ആൾക്കാർ സമൂഹത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഇവരുടെ കമൻസ് വായിച്ചാൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരി നീര് ഉണ്ടാക്കാൻ പറ്റുമോ? വേറൊരാൾ എഴുതിയേക്കുന്നതാണ്. വേറൊരാൾ എഴുതിയേക്കാണ് കാക്ക തേങ്ങാപ്പൂൾ കൊണ്ട് നടക്കുന്നു. പിന്നെ എഴുതിയേക്കുന്നു ഹൽവയും മത്തിക്കറിയും. പിന്നെ എഴുതിയിരിക്കുന്നു കാക്ക ആപ്പിൾ കൊണ്ടേ നടക്കുന്നു. പിന്നെ വേറൊരാൾ എഴുതിയിരിക്കുന്നു കരിവിളക്കിൻ്റെ അടുത്ത് നെയ്വിളക്ക്, നിലവിളക്ക്, കരിവിളക്കിൻ്റെ അടുത്ത് നിലവിളക്ക്. എന്തൊരു ബോഡി ഷേമിംഗ് ആണല്ലേ! റേഷ്യൽ കോമൻസ്, ഡിസ്ക്രിമിനേഷൻ അല്ല, റേഷ്യൽ കോമൻസ് അല്ലേ, റേസിസ്റ്റുകളാണ് ഇവിടെ. അപ്പം ഇത്രയും റേസിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് സ്റ്റാർട്ട്ലിംഗ് ഫാക്ട്സ് ആണ്. അപ്പം ഈ കുട്ടി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് തന്നെ പോകാൻ പാടുള്ളൂ. കാരണം ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല. ഇവരൊക്കെ ഇപ്പോഴും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടത്തിലൊക്കെ തന്നെ നിൽക്കുന്ന, അവിടെ നിന്ന് അങ്ങോട്ട് ബസ് കയറിയിട്ടില്ല. അപ്പോൾ ഇത്രയോ ഒരു തെരുവിൽ നടക്കുന്ന വളരെ ഒരു അധകൃതനായൊരു പയ്യൻ, വിദ്യാഭ്യാസം ഇല്ലാത്ത രക്ഷിതാക്കളുടെ ഒരു മകൻ, വലിയ വിദ്യാഭ്യാസമില്ലാത്തൊരു വ്യക്തി, തെരുവിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ, സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ, പഠിച്ചു പോയ സ്കൂളിൽ നിന്ന് 10-ഓ 12-ഓ ക്ലാസ് വരെ പഠിച്ച വിദ്യാലയത്തിൽ നിന്നോ അധ്യാപകരുടെ വായിൽ നിന്ന് കിട്ടിയതോ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ വായിച്ച കാര്യങ്ങൾ വെച്ച് ഒരു ചെറിയ പയ്യനാണ് ഇപ്പോൾ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ആ ചെക്കൻ പറയുന്ന വലിയ കാര്യങ്ങൾ അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവനെ കഞ്ചാവടിയനും അതേസമയം പെണ്ണുപിടിയനും ഒക്കെ ആക്കി ചിത്രീകരിച്ച് അത് വലുതാക്കി കാണിക്കുന്നു. അതൊന്നും ഇപ്പോൾ ആരും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല കോടതി തീരുമാനിക്കേണ്ടത്. അവനെ വേടനൊട്ടും ന്യായീകരിക്കുന്നില്ല. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേടൻ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ എന്ന് കരുതി അവരുടെ ജീവിതം എത്ര കാലം മുന്നോട്ട് പോകും എന്ന് നോക്കാം. ഇവൻ അങ്ങനെയാണ്. ആരുടെ കാലാണ്? 2 പേഴ്സണാലിറ്റി ക്ലാഷസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവില്ലേ? വേടൻ്റെയും ഭാര്യയുടെ ലൈഫിൽ മാത്രമാണ് ഉണ്ടാവാത്തത്. എല്ലാവരുടെ ലൈഫിലും പേഴ്സണാലിറ്റി ക്ലാഷസ് ഉണ്ടാവും. അധിക ആയുസ്സൊന്നും ഇപ്പോൾ മാരേജിന് ഇല്ല. വേടൻ്റെ മാരേജ് മാത്രമല്ല, ഒരാളുടെ മാരേജിൽ വലിയ ആയുസില്ല. കടിച്ചു തൂങ്ങി നിൽക്കുന്നത് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത ആൾക്കാരാണ്. സ്റ്റേറ്റ് കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം കെയർ എടുക്കുന്ന ഒരു രാഷ്ട്രമാണെങ്കിൽ എല്ലാവരും തന്നെ പിരിഞ്ഞേനെ.
ഇങ്ങനെ അടികൂടി ജീവിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ്. 6 മാസം പോകുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 6 മാസം അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെയാണോ ഒരു ശുഭകരമായ കാര്യം നടക്കുന്ന ദിവസം ഒരാൾ ആശംസിക്കേണ്ടത്? എത്ര മോശമാണ് നമ്മുടെ സമൂഹം, എത്ര മോശം ചിന്താഗതിയാണിത്. എന്തായാലും വേടന് എല്ലാ ആശംസകളും നേരുന്നു. ജീവിതത്തിലേക്ക് നല്ല ജീവിതം, അവരെ തെറ്റുകൾ പലതും ഉണ്ടായിട്ടുണ്ടാകും, അത് ശിക്ഷിക്കപ്പെടട്ടെ. അപ്പോൾ നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു.